ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. വീണ്ടും നമ്മുടെ അടുത്ത ലെസണിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഓൺ ഷേപ്പിലെ സ്കെച്ചിങ്ങിന്റെ ബേസിക്സ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ എക്സ്ട്രൂഡ് എന്നുള്ള ഓപ്ഷനാണ്. ഞാനൊരു സ്കെച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ സ്കെച്ച് ഉണ്ടാക്കി സ്കെച്ച് എക്സിറ്റ് ചെയ്ത് നമ്മൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്ത് കാണുന്ന ഈ ടൂൾ ബാറിൽ എക്സ്ട്രൂഡ് എന്നുള്ള ഓപ്ഷനിലേക്ക് വരും. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് 3 ഓപ്ഷൻസ് മെയിൻ കാറ്റഗറീസ് കാണാം. അതായത് സോളിഡ്, സർഫസ്, തിന്ന്. അതിൽ തന്നെ ന്യൂ ഉണ്ട്, ആഡ് ഉണ്ട്, റിമൂവ് ഉണ്ട്, ഇന്റർസെക്ട് ഉണ്ട്. ഈ 4 ഓപ്ഷൻസിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ലെറ്റ്സ് നിങ്ങൾക്കൊരു പുതിയൊരു പാർട്ട് ഉണ്ടാകും. അപ്പൊ ഞാൻ ഒരു മെയിൻ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാണ്. ലെറ്റ്സ് ഞാൻ ന്യൂ കൊടുത്തിട്ട് ഇത് സെലക്ട് ചെയ്തു, ഇത് സെലക്ട് ചെയ്തു, ഇത് സെലക്ട് ചെയ്തു. ഇത് നിങ്ങൾ 3 എക്സ്ട്രൂഡ് ആയി നിങ്ങൾ കണ്ടു. പക്ഷെ ഈ സൈഡിൽ ഒരു ചേഞ്ച് വരുന്നത് കണ്ടോ? പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. ഓൺ ഷേപ്പിന്റെ മെയിൻ പ്രത്യേകത അതാണ്. അതായത് അത് ഓരോ എക്സ്ട്രൂഡിനും ന്യൂ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെ പുതിയൊരു പാർട്ടായിട്ടാണ് അത് കൺസിഡർ ചെയ്യുക. അപ്പോ നമുക്കിത് എന്തിനു ഉപയോഗിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ നമ്മളൊരു പെൻ ഡിസൈൻ ചെയ്യാണ്. ലെറ്റ്സ് ഇങ്ങനെ ഒരു പെൻ ഡിസൈൻ ചെയ്യണം. ഈ പെന്നിന്റെ ക്യാപ്പ്, ഈ ഈ ഈ ക്യാപ്പിന്റെ അല്ലെങ്കിൽ ഈ പെന്നിന്റെ ഈ ഡയമീറ്ററും ക്യാപ്പിന്റെ ഈ ഡയമീറ്ററും ലെറ്റ്സ് 0.5 ക്ലിയറൻസിൽ എപ്പോൾ ഏത് ഡയമീറ്ററിൽ ഉണ്ടാക്കിയാലും ഫിറ്റ് ആവണം എന്നുള്ളത് ഒരു ജനറൽ റൂളാണ്. അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഷുഡ് ബി ലെസർ ദാൻ ഇതിന്റെ ഉള്ളിലത്തെ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഇത് പോയി ഇടിക്കുമല്ലോ. അങ്ങനത്തെ കുറച്ച് റൂൾസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഏതൊരു സ്കെച്ചിലാണ്. ഇപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പോൾ ഒരു ചേഞ്ച് വരണം. അപ്പൊ സഡൻ ഇപ്പോൾ നിങ്ങൾ ഒരു ഫ്യൂച്ചറിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറയുകയാണ്, എനിക്ക് ഈ പെന്നിന്റെ വണ്ണം കുറച്ചുകൂടി കൂട്ടണമായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു ഡയമെൻഷൻ ചേഞ്ച് ചെയ്താൽ മതി, ഇതിലുള്ള പെന്നിന്റെയും ക്യാപ്പിന്റെയും ഡയമെൻഷൻ മാറും. കൺവെൻഷൻ കാർഡിലാണെങ്കിൽ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ ഓർത്ത് വെച്ച് ചെയ്യണമായിരുന്നു. ഇതാണ് ഈ ഓൺ ഷേപ്പിന്റെ ഫസ്റ്റ് ഒരു മേജർ ചേഞ്ച്. അപ്പൊ നമ്മളെല്ലാം സ്കെച്ചിൽ പാരാമെട്രിക് ആയിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ മെയിൻ ഒരു 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 അഡ്വാൻറ്റേജും. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ പാർട്സ് ആയിട്ട് ഉണ്ടാക്കി വന്നിട്ട് ഈ പാർട്സ് ഒക്കെ നമുക്ക് ഇന്റർലിങ്ക് ചെയ്തിട്ടാണ് നമ്മൾക്ക് ഉണ്ടാക്കുന്നത്. ഒരു പാർട്ട് സ്റ്റുഡിയോയിൽ ഞാൻ പറഞ്ഞു നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. ബട്ട് ഒരു ആസ് എ ഗുഡ് പ്രാക്ടീസ് ഒരു 10 to 20 ഒക്കെ മാക്സിമം ഒരു പാർട്ട് സ്റ്റുഡിയോയിൽ കൊള്ളിക്കുക. അത് കഴിഞ്ഞിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് വളരെ നല്ലൊരു തീരുമാനമായിരിക്കും. കാരണം ഇല്ലെങ്കിൽ അത് എന്റെ പെർഫോമൻസിനെ കുറച്ച് ബാധിച്ചു കൊടുക്കും. അപ്പൊ തൽക്കാലം ഇപ്പൊ നമ്മള് ഒരു ഫേസ് മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യാം. നമുക്ക് ബ്ലൈൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അപ് ടു നെക്സ്റ്റ് എന്നുള്ള. ബ്ലൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയാണോ സ്പെസിഫൈ ചെയ്യുന്നത് ആ ഒരു ലെങ്ത്തിൽ നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യും. അപ് ടു നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ള ഒരു ഫീച്ചർ അതിന്റെ അറ്റം വരെ, അല്ലെങ്കിൽ അപ് ടു ഫേസ്, ആ ഒരു ഫേസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഏത് ഫേസിലേക്കാണ് വേണ്ടത് എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ കുറച്ചുകൂടി ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കും എന്താണ് ഇതിന്റെയൊക്കെ ആപ്ലിക്കേഷൻ എന്നുള്ളത്. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഷേപ്പിനെ ഇതിപ്പോൾ സ്ട്രെയിറ്റ് ആണല്ലോ എക്സ്ട്രൂഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെരിഞ്ഞ് എക്സ്ട്രൂഡ് ചെയ്യണമെങ്കിലൊക്കെ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യാം. ഇതിപ്പോ ഈ പ്ലെയിനിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട, എനിക്ക് ഇതിന്റെ പ്ലെയിനിൽ നിന്ന് ഒരു 25 മാറിയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് കണ്ട അങ്ങനെയൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. അതിനാണ് സ്റ്റാർട്ടിങ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സിമെട്രിക്, ഇതിലേക്ക് തിരിച്ച് ഇപ്പൊ സിമെട്രിക് ആയിട്ട് ആ പ്ലെയിൻ്റെ സ്കെച്ച് പ്ലെയിൻ്റെ സിമെട്രിക് ആയിട്ട് വേണം തുടങ്ങുമെങ്കിൽ. ഇനി അതിനൊരു ഡ്രാഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഒരു ഡ്രാഫ്റ്റ് ഇൻവേർട്ട് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഔട്ട്വേർഡ് ഡ്രാഫ്റ്റ്, ഇതൊക്കെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ഒരു സൈഡിലേക്ക് മാത്രം എക്സ്ട്രൂഡ് ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ടാമത്തെ പൊസിഷൻ ഇങ്ങോട്ടേക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. ഇപ്പൊ രണ്ടാമതേക്ക് ഇപ്പൊ ഈ സൈഡിലേക്ക് 25 മതി എന്ന് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അതിനും ഡ്രാഫ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇതുണ്ട്. പിന്നെ ഈ ഈ ഏറ്റവും നിങ്ങളൊരു ഇത് കണ്ടോ, പ്രിവ്യൂ. ഇത് നിങ്ങൾക്ക് സ്ലൈഡ് ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഫീച്ചറിന്റെ
ഫുൾ ഇത് കാണും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ പാർട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സാധനം എടുക്കുന്ന സ്പേസ് കറക്റ്റ് ആണോ എന്ന് ട്രാൻസ്പാരൻ്റ് ആക്കി നോക്കാണ്ട് നിങ്ങൾക്ക് ഈ സ്ലൈഡർ നീക്കിയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ സ്പേസ് ഇത് എത്രയാണ് സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നത് എന്ന്. അപ്പോൾ അങ്ങനെ ഞാനൊരു തൽക്കാലം ഒരു പാർട്ട് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഞാൻ വീണ്ടും ഈ സ്കെച്ചിലേക്ക് വരികയാണ്, നമ്മുടെ ഈ ടോപ്പ് ഫേസിലേക്ക് വരികയാണ്. വീണ്ടും ഇവിടെ ഒരു സ്കെച്ച് ഉണ്ടാക്കുകയാണ്. ഇവിടേക്ക് വരുന്നു, ഞാനൊരു സർക്കിൾ വരയ്ക്കുന്നു. എനിക്ക് ഇതിനെ ഒരു ഹോൾ ആക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും എക്സ്ട്രൂഡിലേക്ക് വരുന്നു. സോളിഡ് ആണ്. എനിക്ക് എന്ത് ചെയ്യേണ്ടത്? എനിക്ക് റിമൂവ് ചെയ്യണം. എനിക്ക് ലെറ്റ്സ് സേ ഫുൾ ഡെപ്ത് റിമൂവ് ചെയ്യണം. എനിക്ക് ഒന്നെങ്കിൽ ഡിസ്റ്റൻസ് കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ എന്ത് കൊടുക്കും? ത്രൂ ഹോൾ കൊടുക്കാം അല്ലേ? അതും വേണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അപ് ടു നെക്സ്റ്റ് കൊടുക്കാം. കാരണം അപ് ടു നെക്സ്റ്റ് എന്താ ഇതാണ്. ഇനി അതും വേണ്ട, എനിക്ക് അപ് ടു ഫേസ് വേണം. ഈ ഫേസ് വരെ കൊടുക്കാം. ആ ഫേസിനെ ഒരു ഡിസ്റ്റൻസിൽ നിർത്തണം. ആ ഫേസിന്റെ 25 mm ആ ഫേസിൽ നിന്ന് നീങ്ങിയിട്ട് 25 mm നീങ്ങിയിട്ടാണ് ആ ഹോൾ നിൽക്കേണ്ടത്. അപ്പോഴാണ് ആ ഡിസ്റ്റൻസ് കൊടുക്കാം. പിന്നെ അതിനുള്ള ഞാൻ പറഞ്ഞ പോലെ ചെരിഞ്ഞിട്ടൊക്കെ പോകണമെങ്കിൽ ചെരിഞ്ഞിട്ടുള്ള ഡയറക്ഷൻ കൊടുക്കാം. ഇനി ഈ ഹോൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്, അതിന് പകരം നമുക്ക് കുറച്ച് സ്റ്റാർട്ടിങ് ഓഫ്സെറ്റ് ഒക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, ഡ്രാഫ്റ്റ് സെറ്റ് ചെയ്യാം. ഇപ്പൊ ഇതിൽ മെർജ് വിത്തോളം. അപ്പൊ ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിപ്പിൾ പാർട്സ് ഉണ്ടാവില്ല, ചിലപ്പോൾ പാർട്ട് മാത്രമായിരിക്കില്ല. അപ്പൊ ഏതാണ് പാർട്ടിന് ഈ ഫീച്ചർ എഫക്ട് ചെയ്യേണ്ടത്, അതാണ് മെർജ് സ്കോപ്പ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നു. അപ്പോൾ തൽക്കാലം ഞാൻ ഓക്കെ കൊടുത്തു, ഈ ഒരു ഫീച്ചർ ഉണ്ടാക്കി. അങ്ങനെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഓൺഷേപ്പിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടുള്ളത് 3 പാർട്സ് ആണ്. ഞാനിവിടെ വരുന്നു, മൂന്നിനെയും എക്സ്ട്രൂഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇതിൽ കണ്ടോ 3 പാർട്സ് വന്നു എനിക്ക്. ഇപ്പോഴാണ് ഈ ഒരു എക്സ്ട്രൂഡിന്റെ കുറച്ചും കൂടി വാലിഡ് ആയിട്ട് വരിക. അപ്പൊ ഈ എക്സ്ട്രൂഡ് ഇപ്പൊ ഈ ഭാഗത്താണ് കിടക്കുന്നത്. അതിനെ ഞാൻ എടുത്ത് ഈ സ്കെച്ചിലേക്ക് ഇടുക. ഈ സ്കെച്ച് പ്ലെയിനിലേക്ക് ഇട്ടു. തൽക്കാലം അവൻ കുറച്ച് ചെറുതായിട്ടിരിക്കട്ടെ. എന്നിട്ട് ഞാൻ വീണ്ടും ഈ എക്സ്ട്രൂഡിലേക്ക് വരികയാണ്. ഞാൻ ഈ ഫേസ് സെലക്ട് ചെയ്ത് ബ്ലൈൻഡ് സെലക്ട് ചെയ്യാണ്. കണ്ടോ, ഇപ്പൊ ഈ പാർട്ട്, ഈ എക്സ്ട്രൂഡ് കട്ട് ഇതിൽ കൂടെ പോയിട്ട് ഇതിവിടെ വരെ എത്തി നിൽക്കുന്നുണ്ട്. പക്ഷെ ഈ പാർട്ടിനെ കട്ട് ചെയ്യുന്നില്ല. കാരണം എന്താ, അതിന്റെ മെർജ് സ്കോപ്പ് ഞാൻ പാർട്ട് 1 മാത്രമേ കൊടുത്തുള്ളൂ. ഇനി മെർജ് സ്കോപ്പ് പാർട്ട് 2 കൂടി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെയും ആ ഇത് കട്ട് ചെയ്യും. ആ 2 പാർട്ടിലും ഒറ്റ ഫീച്ചർ വെച്ചിട്ടുള്ള ചേഞ്ചും വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാന ഉണ്ടാക്കിയിട്ട്, ഇപ്പൊ നമുക്ക് പാനയുടെ ഷാഫ്റ്റ് ഉണ്ടാക്കി പാനയുടെ ക്യാപ്പിന്റെ ഇത് മാറണമെങ്കിൽ അതേപോലെയൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒറ്റൊരു ഫീച്ചർ മതി കൺട്രോൾ ചെയ്യാൻ. പണ്ടത്തെ ഇതുപോലെ ഓരോ പാർട്ടിലും പോയി സെപ്പറേറ്റ് മാറ്റേണ്ട ആവശ്യം ഒന്നുമില്ല. അപ്പൊ ഇതൊക്കെ ഒരു ഓൺ ഷേപ്പിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇതൊരു എക്സ്ട്രൂഡിന്റെ ഒരു ബേസിക് സ്റ്റാർട്ടിംഗ് പോയിന്റുമായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. എക്സ്ട്രൂഡിൽ തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അതേ സ്കെച്ച് ഉപയോഗിച്ച് വീണ്ടും എക്സ്ട്രൂഡ് ചെയ്യാം. ഇവിടെ വരികയാണ്. അപ്പൊ ഞാൻ എനിക്ക് സർഫസ് ആയിട്ട് വേണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ വന്നിട്ട് ഷോ സ്കെച്ച് കൊടുക്കുന്നു. എനിക്ക് ഈ ഒരു സർഫസ്, ഓരോ വേണ്ട സർഫസും ഞാൻ എക്സ്ട്രൂഡ് ചെയ്യാണ്. അല്ലെങ്കിൽ അതൊരു തിൻ ഫീച്ചർ ആയിട്ട് ഇങ്ങനെ ഒരു തിൻ ഫീച്ചർ ആയിട്ട് അതിനൊരു തിക്നെസ് അടക്കം സ്പെസിഫൈ ചെയ്ത് തിക്നെസ് ആയിട്ടും നിങ്ങൾക്ക് എക്സ്ട്രൂഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് എക്സ്ട്രൂഡിന്റെ ബേസിക് ഫീച്ചേഴ്സ്. ഓരോന്നിന്റെയും സ്പെസിഫിക് അപ്ലിക്കേഷൻ ഞാൻ കുറച്ച് അപ്ലിക്കേഷൻ ലെവലില് ആയിരിക്കും കുറച്ചുള്ള വീഡിയോസ് ചെയ്യുക ഈ ബേസിക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഏത് ഫീച്ചറാണ് അവിടെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. അങ്ങനെ ഈ വീഡിയോ തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ്. എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് നമുക്ക് ഇത്രയും പോയ ബേസിൽ നിന്ന് പെട്ടെന്ന് ഒരു സഡൻ ചേഞ്ച് ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഓരോ ടൂൾസ് ഉപയോഗിച്ച് അത് ഇതൊക്കെ നീക്കി ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അതിലൊക്കെ ഏതാണ് അതിന്റെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന്. അപ്പോ
ഇനിയൊരു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും എക്സ്പ്ലോർ ചെയ്യുക. ഹാപ്പി ലേണിംഗ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ബാക്കിയുള്ള അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.